ഹലോ ഇറങ്ങാൻ പറയണം. സാധ്യതയുണ്ട്. നെവർ ഗോ വിത്ത് യുവർ വൈഫ്. എല്ലാരും നിങ്ങളെ കാണിക്കുന്ന ഈ വീഡിയോ ആയിരിക്കും. ഇവിടെ വരുമ്പോഴാണ് നമുക്ക് ഇച്ചിരി ശ്വാസം കിട്ടുന്നത്. പക്ഷെ ഇതല്ല യഥാർത്ഥ യാഥാർത്ഥ്യം. ആൾക്കാരൊക്കെ കൊണ്ടുനടക്കണ കാണണം. ഗേൾ ഫ്രണ്ട്സിനെയൊക്കെ എടുത്തോണ്ടാ നടക്കുന്നത്. മനയുടെ മുകളിൽ നിന്ന് മഴ തന്നെയാണ്. അടിപൊളി ശരിക്കും നല്ല. അങ്ങോട്ട് കാണിക്ക്, പിള്ളേർ പഠിക്കട്ടെ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സാവൻദുർഗ എന്ന് പറയുന്നൊരു ഹിൽ പോയിന്റ് അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ട്രക്കിങ്ങിൻ്റെ ഒരു ഉത്ഭവസ്ഥാനത്തിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ്. അവിടെ കണ്ടില്ലേ, ആ കാണുന്നതാണെന്നാണ് തോന്നുന്നത്. ഞങ്ങളൊരു ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ അക്ഷയുടെ ബൈക്ക് എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റർ സംതിങ് ഉണ്ട്. രാവിലെ നമ്മൾ 7 മണിക്ക് ഇറങ്ങിയതാണ്. വഴിയൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ ഒരു ഗ്രാമപ്രദേശത്തൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം വെൽക്കം ടു അനദർ എപ്പിസോഡ്. ജൂലി ബിഹേവ്. ഒരു സ്ഥലത്ത് പോകുമ്പോൾ കൃത്യമായിട്ട് ഇറങ്ങിയില്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലായോ? ഓക്കെ ഗൈസ്, പത്നിയുടെ ദേഷ്യത്തിലാണ്. എന്തിനാന്നും കൂടെ പറ. ഒരാൾക്കാർ എന്താ പറയാ 5 മണിക്ക് പോകണം എന്ന് പറഞ്ഞാൽ 7:30 ആകുമ്പോൾ ഇറങ്ങി. നമുക്ക് കുറച്ച് കാട്ടിക്കൂടെ നടക്കാം. പുതിയ ഷൂ, ജാക്കറ്റ്, സൺഗ്ലാസ്, ട്രക്കിംഗ് ഷൂ പ്രോപ്പർ വിത്ത് പാൻറ്, ജില്ലേ ഫുൾ പനോപ്ലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗൈസ് ഇവിടെ എന്നെ ഉപേക്ഷിക്കുന്നു തോന്നുന്നു. ഗൈസ് എൻ്റെ ഹെഡ്സെറ്റിൻ്റെ ഒരു പീസിൻ്റെ കയ്യിലുണ്ടല്ലോ അല്ലേ? ഡിവോഴ്സ് ചെയ്യുമ്പോൾ തന്നിട്ട് വേണം പോകാൻ. നല്ല വെയിലടോ. അതാ പറഞ്ഞേ നോക്കിയിട്ട് ഈ മലയാണ് ഗൈസ് സ്ഥലം. ഈ കാണുന്ന മലയാണ് ഗൈസ് സ്ഥലം. ഇതിലൊന്നൊന്നര മലയാണ് ഗൈസ്. ഇതിൻ്റെ 1000 ടൈംസ് സ്മോളറാണ് ഞങ്ങൾ. അത് മേഘം വരുന്നുണ്ട്. മൂന്നര വരെ ഉള്ളു. മൂന്നരക്ക് പോകാൻ പറ്റുന്നതാണോ തിരിച്ചു വരാൻ അങ്ങനെയാണോ? 3:30 വരെ കയറാൻ പറ്റുള്ളൂ. അവര് 3:30 വരെ ഉള്ളെന്ന് പറയുന്നതിന് അർത്ഥം 3:30 കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റില്ല. എടോ അത് വേണ്ട, എനിക്ക് അത്ര അഡ്ജസ്റ്റ് ചെയ്തില്ലേ? ഇഷ്ടമുള്ളവര് ചോദിച്ചത് അത്ര എത്ര ഇതുവഴി പോകുന്നത് എനിക്ക് റിസ്ക് ആയിട്ട് തോന്നുന്നത്. ഒരു ടൈമിംഗ് ഉള്ള സ്ഥിതിക്ക് അത് കഴിഞ്ഞ് പോകാൻ പറ്റില്ലായിരിക്കും. ഗൈസ് ഞങ്ങളിപ്പം ഈ സാവൻദുർഗയിലോട്ട് പോകുന്നതിൻ്റെ എൻട്രി പോയിന്റാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് കയറുന്നത്. സ്ഥലം നോക്കി വെച്ചു. നിങ്ങൾക്ക് വന്ന് കൺഫ്യൂഷൻ ആകണ്ട. ഇവന്മാരും ചോദിച്ചാൽ പറഞ്ഞു തരും. വെറുതെ ഇതിനെ വീഡിയോ ഒക്കെ പറയണമല്ലോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞതാണ്. ഇങ്ങനെയാണ് നടക്കേണ്ടത്. അതെ, ഓരോ സ്റ്റെപ്പും ഓരോ സ്റ്റെപ്പും ഇങ്ങനെ കവച്ച് വെച്ച് കയറാൻ. ചെറിയ വഴിയാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ മല കയറും. പോയാൽ തിരിച്ചു വന്നിട്ടില്ലെന്നൊക്കെയാണ്. 6 മണിക്ക് ഇതൊക്കെ സ്റ്റാർട്ട് ആവും. ഞാൻ പറഞ്ഞത് നമുക്ക് കയറാം. ഇപ്പൊ വേണോ ചലഞ്ച് എടുക്കണോ? 3:30 മറന്ന് മണ്ണെണ്ണ മേടിക്കണോ? अब जाने की बात आ रहा है क्या? कैसा था? मुश्किल है. പുള്ളിക്കറി ഫിറ്റാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളെ കൊണ്ടും പറ്റും. ഒന്ന് കാണിച്ചേക്കാം. എന്നെ കൊണ്ട് പറ്റുന്നില്ല. പ്രോപ്പർ ചെസ്റ്റ് മൗണ്ട് ചെയ്യാം. ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പോണേ. ശ്വാസം വിടാൻ പറ്റുമോ നോക്കട്ടെ. അതെ ചെന്ന് കയറി കൊടുക്കും, കടിച്ചു പറിക്കും. അത്യാവശ്യം മോഡറേറ്റ്, നല്ല ഡിഫിക്കൽട്ടാണ്. മിസ് അപർണ, ദ ഫേമസ് ട്രക്കർ ഓഫ് ദി ഇന്ത്യ, ഈസ് ടയർഡ് ഫ്രം ദി ബിഗിനിങ്. ഞങ്ങൾ ആക്ച്വലി ഒരു 2-3 ഇഡലിയും ചട്നിയും സാമ്പാറും
കഴിച്ചിട്ടുള്ള സ്ഥലമാണ് ഗൈസ്. ഞങ്ങൾ സാവൻദുർഗ പോകുന്ന വഴിക്കുള്ള ചെറിയൊരു ഹോട്ടലെത്തി. അവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയാണ്. ഈ ഹോട്ടൽ കൊള്ളാം. ആക്ച്വലി റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. വെജിറ്റേറിയൻ ഫുഡ് മാത്രം കിട്ടുന്ന നല്ല ഡീസൻ്റ് ആയിട്ട് ഫുഡ് കിട്ടുന്ന ഒരു വലിയ പ്രശ്നമില്ലാത്തൊരു ഏരിയ. ആക്ച്വലി റെക്കമെൻഡ് ചെയ്യാണ്. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ താഴെ ഇട്ടേക്കാം. സാവൻദുർഗ പോകുന്ന വഴിക്ക് ആൾക്കാർക്ക് റെഫർ ചെയ്യാം. തിരിച്ചിരിക്കുന്നതിന് ഇടുക സൈഡിൽ കൂടെ അപ്പം തലയിൽ ഇറങ്ങണേ പറയണം. സാധ്യതയുണ്ട്. എനിക്കവിടെ ചെയ്യാൻ നേരം 3 മണിയായിട്ട് പറയട്ടോ. ഒരു നിർബന്ധമില്ല. ഇവിടെ ഇറങ്ങാനാ പാടുണ്ട്. ഇറങ്ങുന്നുണ്ടോ? 7 ചാർജിലായിരുന്നു. പൈസ മുട്ടക്കുന്നുണ്ടോ? അവിടെ വരെ നമുക്ക് കയറണം. ടിപ്പ് നമ്പർ 1 ബിഫോർ ഗോയിങ് ഫോർ ട്രക്കിംഗ്, നെവർ ഗോ വിത്ത് യുവർ വൈഫ്. അവൾ പിടിക്കേണ്ട വെള്ളം കൂടെ ഞാൻ പിടിക്കണം. ഇതിന് പരസഹായം എന്നല്ല പറയാം, പരോപദ്രവം. എവിടെ പോവാ? എന്ത് ഡിഗ്രിയിൽ അവിടെ നിൽക്കുന്നത്? ഞാൻ വരുന്നത് എനിക്ക് പേടിയാ. പോയി താഴോട്ട് നോക്കല്ലേ, പേടി വരും കേട്ടോ. വീണ സത്ത് നോക്കണം. 2 കുപ്പി വെള്ളമൊക്കെ ആൾക്കാർ കയറുന്നത് കേട്ടോ. ഞങ്ങൾ മാത്രം ശശിയാവുന്നു. നമുക്കൂല 2 കുപ്പി വെള്ളം. അവരുടെ വ്യത്യാസം എന്നാണെന്നറിയാവോ? കാണുന്നുണ്ടോ? അത് സെറ്റ് ആക്കുന്നുള്ളോ? എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെ. ഇത് എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ വിധി. വെള്ളമുണ്ടേ. നിക്ക് നോക്കിപ്പോ. ഷാർപ്പായിട്ടുള്ള സ്ഥലത്ത് ചവിട്ടി പോകണം. ഇങ്ങനെ പൊങ്ങിക്കാൻ പറ്റും. അവിടെ പോയി അവൻ പെയിന്റിങ് പണി ചെയ്തു. ആരടിയത്? ഇവിടുത്തെ ആൾക്കാരാണ്. അതറിയില്ലായിട്ട് കഷ്ടപ്പെട്ടു. ഞാൻ പിന്നീട് ആത്മാർത്ഥമായ സ്നേഹം കാരണം പ്രണയം ഭ്രാന്തമല്ല. हेलीकॉप्टर प्रेम हाँ जूस कोल्ड महंगा जूस ऑरेंज जूस बच गए अभी कोल्ड जूस फोन पे दे गूगल पे दे कितना भैया? ഗൈസ് നിംബു ജ്യൂസ് കുടിച്ചു. 40 രൂപയാണ്. 15 രൂപ സാധനമാണ്. എടോ സീരിയസ്ലി ഒരു കാര്യം പറയട്ടെ, എനിക്ക് ട്രക്കിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും അക്ഷയും കൂടെ പണ്ട് ഒരു ട്രക്കിങ്ങിന് പോയി. ആ ട്രക്കിങ്ങിന് പോയിട്ട് വന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പാത്ത് നോക്കിയാണ് ഞാൻ എടുത്തത്. ചെന്ന് കഴിഞ്ഞപ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പാത്ത് നോക്കിയാണ് ഞാൻ എടുത്തത്. ശിവനേ എന്ന് പറഞ്ഞ് കിടക്കുകയാണ് ഗൈസ്. അതായത് എല്ലാവരും നിങ്ങളെ കാണിക്കുന്ന ഈ വീഡിയോ ആയിരിക്കും. ഇവിടെ വരുമ്പോഴാണ് നമുക്ക് ഇച്ചിരി ശ്വാസം കിട്ടുന്നത്. പക്ഷെ ഇതല്ല യഥാർത്ഥ യാഥാർത്ഥ്യം. ശരിക്കും ഇവിടെ വരെ എത്താന്നുള്ളത് ഭയങ്കര അപ്പോൾ ഗൈസ് മിസ്റ്റർ പറഞ്ഞു വരുന്നത് ഈ വഴിയിൽ ഇവിടെയാണ് നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം പാറ സ്ഥലമാണ് കേട്ടോ. ഇത് കണ്ടിട്ട് നമ്മൾ വിചാരിക്കരുത്. അത്യാവശ്യം പ്രയാസമുണ്ട്. ഒരു മോഡറേറ്റ് ട്രക്കാണ്. എന്ന് വെച്ചാൽ നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നില്ല. എന്നെ പോലത്തെ ഒരു ബിഗിനറാണെങ്കിൽ അത്യാവശ്യം എവിടെയെങ്കിലൊക്കെ ഒരു ട്രക്കിങ്ങിനൊക്കെ പോയി ഒന്ന് സെറ്റായിട്ടൊക്കെ വരുവാണെങ്കിൽ നന്നായിരിക്കും. അല്ല അറ്റ്ലീസ്റ്റ് കുറച്ചൊന്ന് ആരോഗ്യമൊക്കെ വെച്ചിട്ട് വന്നാൽ അത് നന്നായിരിക്കും. സ്നേഹം കൊണ്ട് പറയാൻ വരരുത്. ചുമ്മാ ഗൈസ് അങ്ങനെ അറിയില്ല. nothing like that. You can do that guys. ഇത് നൈസാണ്. വലിയ പാടൊന്നുമില്ല. കുറച്ച് അഡ്വഞ്ചറസ് ആണ്, കുറച്ച് ചാലഞ്ചിങ് ആണ്. നൈസാണ്. അതെ You can do it. ബെസ്റ്റ് ആളാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്നെക്കാട്ടിലും കഷ്ടമാണ് അവസ്ഥ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്ന് അണക്കാണ് ഞാൻ അണക്കുന്നത്. എന്താ പൊക്കിക്കൊണ്ട് നടക്കുന്നത്? ഇവിടെ ആൾക്കാരൊക്കെ കൊണ്ടു നടക്കണ കാണണം. ഗേൾ ഫ്രണ്ട്സിനെയൊക്കെ എടുത്തോണ്ടാണ് നടക്കുന്നത്. ഈ സാധനം ഒരു കുപ്പി പിടിക്കാൻ പറഞ്ഞതിനെ കാണിച്ച ഷോ നിങ്ങൾക്ക് അറിയില്ല. എൻ്റെ വിധി ഞാൻ പിന്നെ അനുഭവിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് ഞാനങ്ങോട്ട് അനുഭവിക്കാൻ പറ്റിയിരിക്കാം. നമ്മൾ താഴെ നിന്നപ്പോഴുള്ള മുട്ടക്കുന്ന കേട്ടോ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. ആണോ? നൈസ് കേട്ടോ. നല്ല രസമുണ്ട്. ഇപ്പോഴാണ് പേര് അനർത്ഥമായത്. സാവൻദുർഗ. വീഴാണ് ഇങ്ങോട്ട് വീണാൽ മതി. വീഴാൻ വേണ്ടി സ്ഥലം വരെ പറഞ്ഞിരുന്നൊരു മനുഷ്യൻ. അങ്ങോട്ട് വീണാൽ പെറുക്കിയെടുക്കാൻ പോലും കിട്ടില്ല. അങ്ങോട്ട് കാണിക്ക്, പിള്ളേർ പഠിക്കട്ടെ. പട്ടി അതിന് വിഷയമല്ല ഒന്നും. പട്ടിക്കുന്നു അത് നിങ്ങൾ കഷ്ടപ്പെടാനുള്ള കഷ്ടപ്പെട്ട് എന്നെയാണ് എന്തിനാ കഷ്ടപ്പെടുന്നത്? നടക്കേണ്ടത് ഫ്ലാറ്റിൽ ആരും ഇല്ല നോക്കാൻ. നമ്മൾ കൊണ്ടുവന്നു ചെരിപ്പൂട്ടി കിടക്കുന്നുണ്ടോ? ഇങ്ങനെ ചെരിപ്പൂട്ടി മരിച്ച എത്ര ആൾക്കാരുണ്ട്? ചെരുപ്പ് വന്നിട്ടുണ്ട്. ട്രക്കിങ്ങിന് വരരുത്. ചെരുപ്പ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ടപ്പേന്നായിരിക്കും നമ്മളെ സ്ലിപ്പായി വീഴുന്നത്. എന്താണ് നമ്മളിങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയ പടം? ഫസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ട പടം ഇടിപ്പടം. ഇതെന്താ? ട്രക്കിങ്. എല്ലാം അഡ്വഞ്ചറസ് ആണ്. ഫുള്ളി അഡ്വഞ്ചറസ് ട്രിപ്പ് ഉള്ളി. നമ്മൾ ഹണിമൂൺ ഇവിടെ
എവറസ്റ്റ് എവറസ്റ്റ് ആൾ ശ്വാസം എടുക്കാൻ പറ്റാൻ നിൽക്കുകയാണ് കണ്ടിട്ട്. How are you feeling after reaching the midpoint of സാവനദുർഗ ഹിൽ? ഇപ്പൊ എത്തുമെന്നും പറഞ്ഞ് ചാടി മണ്ടയ്ക്ക് കയറി കഴിഞ്ഞപ്പോൾ കയറിയത്ര തന്നെ ഇനിയും കാണുമ്പോൾ ഉള്ള മനുഷ്യന്റെ മാനസികാവസ്ഥ എത്രയായിരിക്കും? താഴോട്ട് നോക്കി ഞങ്ങൾക്ക് കാണാം. മച്ച് ഡിഫിക്കൽട്ട് വൈകിട്ടൊന്നും വരും കാര്യം നമുക്ക് ഇട്ടുന്ന മുമ്പ് ഇറങ്ങണമല്ലോ എന്നുള്ള ആഴ്ച നമുക്ക് റെസ്റ്റ് എടുക്കാനൊന്നും പറ്റാതെ വരും. സോ യു ഗൈസ് കം ഇൻ ഏർലി മോർണിംഗ് ലൈക്ക് us. ഏർലി മോർണിംഗ് ലൈക്ക് 10 o'clock. നമുക്ക് വലിയ വിഷയമില്ലായിരുന്നു. ആക്ച്വലി ഞാൻ പറഞ്ഞു കണ്ടോ കാർമേഘം വന്നു. സി ഗൈസ് മഴമേഘം വന്നിട്ട് ഞങ്ങൾക്ക് തണലുകൾ തന്നു ഗൈസ്. തണലുകൾ ചൂടൊന്നും വലിയ ഷേഡ് പോകുന്നില്ല ആക്ച്വലി. ഉണ്ടോ? ഇല്ലല്ലോ, വിയർക്കുന്നില്ല. ചൂടായിട്ടൊന്നും തോന്നുന്നില്ലല്ലോ. എനിക്ക് ഗൈസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ മലയുടെ തണൽ കാരണം ഒരു പോർഷൻ സൺലൈറ്റ് ഉള്ളതും മഴ പെയ്യുന്നു. വാ സൂപ്പർ കറക്റ്റ് മഴ പെയ്യുന്നു ഗൈസ്. ഇവിടെ ഈ ഭാഗം തണലും ഞങ്ങളിപ്പോൾ മഴ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യുന്നു ഗൈസ്. നൈസ്. മലയുടെ മുകളിൽ നിന്ന് മഴ നനയാന്നൊക്കെ വി ആർ ഫീലിംഗ് അടിപൊളി അടിപൊളി ശരിക്കും നല്ല അടിപൊളി ശരിക്കും അടിപൊളി. നല്ല തണുത്ത മഴയാണ് കേട്ടോ. മലയുടെ മുകളിൽ മാത്രം മഴ പെയ്യുന്ന നല്ല മഴയുണ്ട്. ഇപ്പം നല്ല വെയിലുണ്ട്. നേരത്തെ വന്നാൽ വെയിലുള്ളത് എത്താം. മുമ്പേ പറഞ്ഞ പോലെ തന്നെ വെള്ളം ഒരാൾക്ക് മിനിമം 2 കുപ്പിയിലും കൈ കരുതാം. ഒരു 1 ലിറ്ററിനെങ്കിലും വെള്ളം തീർന്നാൽ മുകളിൽ നല്ല പൈസയാവും. 15 രൂപയുടെ ജ്യൂസിന് 60 രൂപ 40 രൂപയൊക്കെയാണ്. ഹൈറ്റ് കൂടുന്നതനുസരിച്ച് റേറ്റ് കൂടും. ഉയരം കൂടുന്നതനുസരിച്ച്. അതെ. ജാങ്കോ പിന്നെയും പെട്ടു ഗൈസ്. ഞങ്ങൾ വീണ്ടും പെട്ടു. ഇവിടെ എത്തിയപ്പോഴാണ് കണ്ടത് അവിടെയാണ് മല. ചമ്മി നാറി. ഓരോ കല്ല് ചെല്ലുമ്പോഴും വേറെ വേറെ കല്ലുണ്ടെന്ന് എന്തൊരു കഷ്ടമാണ്. നമ്മൾ ആ താഴെ അവിടെ നിന്നൊക്കെയാണ് കയറി വന്നത്. അങ്ങോട്ട് തിരിച്ചറിഞ്ഞ് പോണല്ലേക്ക്. അതെ അതെ. അയ്യോ എന്ത് തോന്നുന്നു മിസ് അപർണ ഈ നിമിഷത്തിൽ? ഇതൊന്നും തോന്നില്ല. സ്നാപ്പ് മെസ്സേജ് വരുന്നുണ്ടോ? ചില സ്ഥലങ്ങളിൽ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട് ഗൈസ്, ചില സ്ഥലങ്ങളിൽ ഷോ ആണ്. നമുക്ക് ആ കുന്നിൻ്റെ മുകളിലാണ് എത്തേണ്ടത്. ലെറ്റ്സ് ഡു ഇറ്റ്. നൈസ്. സൂക്ഷിച്ചു പോണേ. നൈസ്. It is nice experience. Kind of Amazon അല്ലെങ്കിൽ ഈ സിനിമയിലൊക്കെ കാണുന്ന കൊള്ളാം. നൈസ്. സിനിമയിലൊക്കെ കാണുന്ന സ്ഥലത്തൂടെ പോകണം. കറക്റ്റ് മീൻമുട്ടിപ്പാറ പോകുന്ന ഇതുപോലെ കുറേ പാറയുണ്ട് ട്രിവാൻഡ്രത്ത്. ഏകദേശം ആ ഒരു വൈബുണ്ട്. അടുത്ത ആഴ്ച നമ്മളെവിടെ പോകുന്നത്? രാജഗിരിയോ? അതെവിടെയാ? ആ നമ്മുടെ പ്രേക്ഷകരോട് പറ നമ്മളെവിടെയാണ് നമ്മുടെ ഇതിന് പോകുന്നത്, നമ്മുടെ ഹണിമൂണിന്. പോണ്ടിച്ചേരി എവറസ്റ്റ് ബേസ് ക്യാമ്പ്. പോണ്ടിച്ചേരി നമ്മൾ പിള്ളേരെ കേൾക്കുമ്പോൾ വേണം ഇപ്പോൾ. പുറകെ വല്ലന്നില്ലല്ലോ അല്ലേ? ഞാൻ ഒന്നുകൂടെ ചാടിയിട്ട് തിരിച്ചിങ്ങോട്ട് അടുത്ത് വെള്ളമുണ്ട് തന്നെ. ഇവിടെ ലാസ്റ്റ് പോയിന്റ് ആണ്. അത്യാവശ്യം ചെറിയ ഡിഫിക്കൽറ്റി ഉള്ളതാണ്. ഇറങ്ങി ഇറങ്ങേണ്ടി വരും. ചവിട്ടാണ്ടൊന്നുമില്ല, പിടിച്ചൊക്കെ ഇറങ്ങേണ്ടി വരും. പാട്ടെ പാറക്കെട്ട്. നേരെ തിരിയാവേ. തിരി തിരി. That's the point. ഇതിന്റെ മുകളിൽ കയറിയിട്ട് തണുത്ത ഈ സാധനത്തെ കഴിച്ച് ഇവിടെ സുഖമുണ്ടല്ലോ. ബെസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ബെസ്റ്റ് തിങ് ദാറ്റ് ഇറ്റ് ഈസ് ലൈക്ക് ഇവിടെ തണുത്ത സാധനം കിട്ടുന്നതാണ്. വേറെ വഴിയിലൊന്നും തണുത്തത് കിട്ടിയില്ലായിരുന്നു. ശരിക്കും തണുത്ത. ഞങ്ങളിവിടെ ചെറിയ സഞ്ചരിക്കുന്ന ബേക്കറി ആയിട്ടാണ് വന്നത്.
എന്നിട്ട് ഇവിടെ വന്ന് സ്ഥല വാഹനം മേടിച്ചു. എന്നിട്ട് ഇവിടെ വന്നിട്ട് അഹങ്കാരത്തിന് അവിടെ നിന്ന് മാഗി നിങ്ങളെല്ലാരും ഇത് രണ്ട് സാധനം കുടിച്ചു. ഞാനൊരു സെവണപ്പ് മേടിച്ചപ്പോ എന്നോട് പറഞ്ഞു ആരോഗ്യത്തിന് സെവണപ്പൊന്നും പോരാ, ബദാം ഡ്രിങ്ക് മേടിക്കണം, ബദാം മിൽക്ക് എന്ന് പറഞ്ഞിട്ട് ബില്ല് വന്നാൽ തിരുന്നിട്ട് എന്താ ചേട്ടൻ ഇത് ഇത്രയും വില? ബദാം മിൽക്ക് 120 രൂപ, മാഗിക്ക് 60 രൂപ. എന്നാലും ഈ സാധനത്തിന് 120 രൂപ. അതല്ലേ കോമഡി, ഞങ്ങളെ ബദാം ഉണ്ടായിരുന്നു. ചേട്ടന് ഇച്ചിരി ആരോഗ്യം കുറവുണ്ടായിരുന്നു, അതിൻ്റെ തീർന്നു കിട്ടി. സ്പൈഡർമാനെ പോലെ കവച്ച് കവച്ചറ. കൈ അതിന് വേണ്ടിയാ, ബാലൻസ് ചെയ്യാൻ വേണ്ടിയാ. ഇത് ആൾക്കാരെ ഇരുന്ന് നിരങ്ങി ഇറങ്ങിയ സ്ഥലമാണ് അല്ലേ? നമ്മൾ പുല്ല് പോലെ ഇറങ്ങി. അതാണ് അപ്പു. ആ സൂപ്പർ സ്ഥലം അല്ലേ? ചെമ്പകമാണെന്ന് തോന്നുന്നു ആ നിൽക്കുന്നത്. ഇത് കൈ സപ്പോർട്ടിനാണ് ഷുഗർ ഇവിടെ. നീ ഏതാ തവള ഭാസ്കർ? ചെമ്പക കേട്ടോ, ചെമ്പക സാധനം. ഇതൊക്കെ ചെമ്പം പറിച്ചു തരാം, ചെവി വെച്ചിട്ട് ഫോട്ടോ എടുക്കാം. നല്ല രസാ. ബിരിയാണായ ചെമ്പകം. തനിക്ക് പ്രാന്താ? On this Savanadurga peak, will you marry me? ആൾക്കാർ കണ്ടാ വിചാരിക്കും എനിക്ക് പ്രാന്ത്. Next level. ആ തൊപ്പി തന്നെ വളർത്തിയടാ. You know I love flowers. I love you for this. മറ്റേ ഇത് കാണിക്കണേ, മറ്റേ ഗേളി പോസസ് ഇല്ലേ, ഗേളി പോസസ്. അയ്യേ അത് കാണിക്കണം, കൊള്ളൂല. ക്യൂട്ട്നെസ് കാണിക്കണം. ക്യൂട്ട്നെസ് ഒന്നും എനിക്കില്ല. ഫോറസ്റ്റിൽ ഞാൻ പോട്ടെ. പറയുന്നോ മറ്റേ കുടജാദ്രിയിൽ വെച്ചിട്ടാ.